തൃശ്ശൂരേക്ക് പോകുമ്പോൾ ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സുപ്രധാനമായ പോരാട്ടം നടക്കുന്ന ഇടമാണ് തൃശ്ശൂർ കോർപ്പറേഷൻ. തൃശ്ശൂർ കോർപ്പറേഷൻ ഇത്തവണ പോരാട്ടം കടുക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടാക്കിയ നേട്ടം നിലനിർത്തി കോർപ്പറേഷൻ പിടിക്കാനാണ് BJP ശ്രമിക്കുന്നത്. എന്നാൽ ഇടത് വലത് ക്യാമ്പുകൾ ലോക്സഭയിലെ ക്ഷീണം മറികടക്കാനുള്ള തന്ത്രമൊരുക്കി കഴിഞ്ഞു. തൃശ്ശൂരിൽ BJPയുടെ വളർച്ചയെ സുരേഷ് ഗോപിക്ക് മുൻപും അതിനുശേഷവുമെന്ന് കാണണം. തൃശ്ശൂർ നിയമസഭാ മണ്ഡലം പൂർണ്ണമായും ഉൾപ്പെടുന്നതാണ് കോർപ്പറേഷൻ വാർഡുകൾ. 2020 6 സീറ്റുകൾ മാത്രമാണ് BJPക്ക് കോർപ്പറേഷനിൽ നേടാനായത്. എന്നാൽ 21 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി ഇറങ്ങിയതോടെ 25 വാർഡുകളിൽ ഒന്നാം സ്ഥാനത്തെത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് 31 ഉയർന്നു. ഒല്ലൂർ നിയമസഭാ മണ്ഡലത്തിലെ 4 വാർഡുകളിലും ഒന്നാമതായി. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 12 വാർഡുകളിൽ രണ്ടാം സ്ഥാനത്തെത്തിയതും BJPക്ക് ആത്മവിശ്വാസം പകരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ BJP ഭരിക്കാൻ പോകുന്ന ഒരു പാർട്ടിയായിട്ട് ജനങ്ങൾ അതിനെ മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി എഫക്റ്റ് മാത്രമല്ല, BJPയുടെ കേന്ദ്ര ഭരണവും അതുപോലെ തന്നെ നരേന്ദ്രമോദിയുടെ ശക്തമായ നേതൃത്വവും ജനങ്ങൾ നോക്കിക്കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ BJP ഈ കോർപ്പറേഷനിൽ 30+ സീറ്റ് പിടിച്ചുകൊണ്ട് അധികാരത്തിൽ വരും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ BJPയുടെ ഈ നീക്കത്തിന് തുടക്കത്തിലെ തടയിടുകയാണ് ഇടത് വലത് ക്യാമ്പുകൾ. BJP അവതരിപ്പിക്കുന്ന നിയമസഭാ ലോക്സഭാ കണക്കുകൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏശാറില്ലെന്നാണ് ഇവരുടെ ആത്മവിശ്വാസം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടിയുടെ ഞെട്ടൽ മാറിയിട്ടില്ല. മറുപടി നൽകാനുള്ള അവസരം തദ്ദേശ തെരഞ്ഞെടുപ്പിലാണ്. കോർപ്പറേഷൻ വിട്ട കൊടുക്കില്ലെന്ന് ഇടത് വലത് ക്യാമ്പുകൾ ഉറപ്പു പറയുന്നു. പക്ഷേ ഇരുചേരിയിൽ നിന്നും വോട്ട് ചോർത്തിയ BJP മുന്നേറ്റം തദ്ദേശത്തിലും ആവർത്തിക്കുമോ? വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ 1.5 വർഷം പിന്നിടുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ സുരേഷ് ഗോപി പൂർണ്ണ പരാജയമാണ് എന്നാണ് കാണുന്നത്. ഈ 1.5 വർഷം കൊണ്ട് തൃശൂർ കോർപ്പറേഷന് വേണ്ടിയിട്ടോ തൃശൂർ ജില്ലയ്ക്ക് വേണ്ടിയിട്ടോ തൃശൂർ പാർലമെന്റിന് വേണ്ടിയിട്ടോ സുരേഷ് ഗോപി എന്നും ചെയ്തതായിട്ട് കാണുന്നില്ലെന്ന് മാത്രമല്ല, പണ്ട് കാലങ്ങളിൽ രാജാക്കന്മാർ വരുമ്പോൾ സമീപത്തു നിന്ന് ആളുകളെ മാറ്റി നിർത്തുന്നത് പോലെ മാറിപ്പോ എന്നുള്ള ഒരു ജനങ്ങളെ അകറ്റി നിർത്തുന്ന ഒരു സമീപനം സുരേഷ് ഗോപിയിൽ നിന്നുണ്ടാകുന്നു. അത് ജനപ്രതിനിധിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. അതെല്ലാം ജനങ്ങൾ കാണുന്നു, മനസ്സിലാക്കുന്നു. അസാധാരണ സാഹചര്യം തൃശ്ശൂരിലുണ്ട്. പഴയ കോൺഗ്രസ് തട്ടകത്തിൽ കഴിഞ്ഞ തവണ വിമതനായെത്തിയ MK വർഗീസ് ഭരണപ്രതിസന്ധി മുതലെടുത്ത് ഇടതുപക്ഷത്തിനൊപ്പം ചേർന്ന മേയറായി. പക്ഷേ MK വർഗീസിന് ഇപ്പോൾ കൂറ BJPയോടാണ്. BJP താൽപ്പര്യം പലപ്പോഴും പരസ്യമാക്കുന്ന സ്വന്തം മേയറെ പിന്തുണയ്ക്കേണ്ട ഗതികേടിലായിരുന്നു ഇടതുമുന്നണി. ഇക്കാര്യത്തിൽ CPI നേരത്തെ തന്നെ മുന്നണി നേതൃത്വവുമായി ഉടക്കി. തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് നിൽക്കുമ്പോഴും തൻ്റെ BJP സ്നേഹം പരസ്യമായി പറയാൻ MK വർഗീസിന് മടിയുമില്ല. എനിക്ക് ആര് ഫണ്ട് തന്നാലും ഞാൻ സ്വീകരിക്കും. എനിക്ക് അങ്ങനെ വിവിധ രാഷ്ട്രം അങ്ങനെയൊന്നുമില്ല. എൻ്റെ നാടിന് അമേരിക്കക്കാരൻ വന്നിട്ട് കേരളത്തിലേക്ക് തൃശ്ശൂരിനെ നന്നാക്കൂല. നമ്മുടെ ഉത്തരവാദിത്തമാണ്, ഓരോ വ്യക്തികളുടെ ഉത്തരവാദിത്തമാണ് നാടിനോടുള്ള പ്രത്യേക സ്നേഹം. അത് ഞാൻ കാണിക്കുന്നുണ്ട്. അതിൽ ആര് കാശ് തന്നാലും, ആര് സമ്പത്ത്, BJP ആയാലും കോൺഗ്രസ് ആയാലും കേന്ദ്ര ഗവൺമെൻറ് ആയാലും, ഇനി കേന്ദ്രത്തിൽ നിന്ന് വിട്ടു പുറത്ത് മറ്റ് അബ്രോഡ്സ് ആര് തന്നാലും സാമ്പത്തിക സഹായം കോർപ്പറേഷന്റെ പേരിൽ വന്നാൽ അത് അവർ പറയുന്ന ആ പദ്ധതി നടപ്പിലാക്കലാണ്. രാഷ്ട്രീയത്തിനപ്പുറം വോട്ടുകളെ സ്വാധീനിച്ചതാണ് ലോക്സഭയിൽ സുരേഷ് ഗോപിക്ക് നേട്ടമായത്. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇതിനുള്ള സാധ്യതയില്ല. കൃത്യമായ രാഷ്ട്രീയം പറയുന്ന കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ പോരാട്ടം പൊടിപാറുമെന്നുറപ്പ്. വിമതനിലൂടെ ഭരണം നിലനിർത്താൻ കഴിഞ്ഞ ഇടതുമുന്നണിക്ക് ഇക്കുറി വ്യക്തമായ മാർജിനിൽ മറുപടി നൽകാൻ കഴിയുമെന്ന് തന്നെയാണ് UDFന്റെ ആത്മവിശ്വാസം. എന്നാൽ ഇതൊന്നുമല്ല രാഷ്ട്രീയ കേരളം തൃശ്ശൂരിലേക്ക് ഉറ്റുനോക്കുന്നതിന്റെ കാരണം. സുരേഷ് ഗോപിയിലൂടെ BJP നേടിയ വിജയം ഏതെങ്കിലും രീതിയിൽ തൃശ്ശൂരിൽ പ്രതിഫലിക്കുമോ എന്നറിയുന്നതിന് വേണ്ടിയാണ്. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ഡാനി പോൾ, ന്യൂസ് 18 തൃശ്ശൂർ. ഡാനി ഇപ്പോൾ തന്നെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഡാനി, തിരുവനന്തപുരമാണ് ഏറ്റവും BJPയുടെ സാധ്യത കൽപ്പിച്ച ഇടങ്ങൾ. പൊതുവിൽ അത് തദ്ദേശ സ്ഥാപനങ്ങളിലായാലും നിയമസഭയിലൊക്കെ ആണെങ്കിലും. പക്ഷേ സംഭവിച്ചത് ലോക്സഭയിൽ BJPക്ക് വിജയം നൽകിയത് തൃശ്ശൂരാണ്.
അപ്പോൾ തൃശ്ശൂരെ BJPയുടെ രാഷ്ട്രീയ വിജയം മറ്റിടങ്ങളിലേക്ക് ആവർത്തിക്കുമെന്ന ചോദ്യം പ്രസക്തമാണ്. ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ കഴിഞ്ഞാൽ ഏറ്റവും പോരാട്ടം BJP ലക്ഷ്യമിടുന്ന ഇടം തൃശ്ശൂർ എന്നതാണ് ഇതിൻ്റെ പ്രസക്തി വർദ്ധിപ്പിക്കുന്നത്. ഈ BJP അവകാശപ്പെടുന്ന ഒരു പ്രസക്തി അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഉണ്ടാകുമോ? പ്രത്യേകിച്ച് സുരേഷ് ഗോപി നേടിയത് രാഷ്ട്രീയ വോട്ടുകളല്ല, അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ വോട്ടാണ് എന്ന വിലയിരുത്തലുള്ള ഘട്ടത്തിൽ അത് സാധ്യമാകുമോ? BJP പ്രതീക്ഷിക്കുന്ന ഒരു വളർച്ച അവർക്ക് ആ കോർപ്പറേഷനിൽ ഉണ്ടാക്കാനാകുമോ? സജിത്ത്, BJPയുടെ ഒരു അവകാശവാദങ്ങൾ വളരെ വലുതാണ്. കാരണം അവരെ പ്രധാനമായും ഈ അവകാശവാദങ്ങളുടെ ഒരു അളവുകോൽ എന്ന് പറയുന്നത് നിശ്ചയമായും സുരേഷ് ഗോപി എന്ന ഒരു ഫാക്ടറിനെ അതിൽ അധിഷ്ഠിതമാണ് പൂർണ്ണമായും തന്നെയും. കാരണം നമ്മൾ ഇതിൽ സൂചിപ്പിച്ചതുപോലെ സുരേഷ് ഗോപിക്ക് മുൻപും ശേഷവും എന്ന രീതിയിലേക്ക് അളക്കാവുന്ന ഇതിലേക്ക് തൃശ്ശൂർ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാന പ്രത്യേകത. ഈ തൃശ്ശൂർ കോർപ്പറേഷൻ എന്ന് പറയുന്നത് അത് പ്രതിനിധാനം ചെയ്യുന്നത് തൃശ്ശൂർ മണ്ഡലം മുഴുവനായിട്ട് തന്നെയാണ് അത് പ്രതിനിധാനം ചെയ്യുന്നത്. അത് തന്നെയാണ് അവരുടെ ഒരു ആത്മവിശ്വാസം എന്ന് പറയുന്നത്. ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 21 വാർഡുകളിൽ അവർക്ക് ഒന്നാം സ്ഥാനത്തെത്താതെ വന്നു എന്നത് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് എത്തുമ്പോഴേക്ക് അത് 30-ലധികത്തിലേക്ക് കടന്നിരിക്കുന്നു. അതൊരു വലിയ വളർച്ചയായിട്ട് തന്നെ ആണ് അവർ കാണുന്നത്. ഇതിൽ സജിത ചോദിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഇത് സുരേഷ് ഗോപിയുടെ വ്യക്തിബന്ധങ്ങൾ തന്നെയല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പെട്ടെന്നൊരു ഉത്തരം അത് BJPക്കാണെങ്കിലും മറുത്ത് പറയാനായിട്ട് സാധിക്കില്ല. കാരണം അത്രത്തോളം ഒരു വ്യക്തിബന്ധങ്ങൾ ആ മണ്ഡലത്തിൽ തൃശ്ശൂരിൽ പ്രത്യേകിച്ച് അദ്ദേഹത്തിന് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് BJP വോട്ടാക്കി നിലനിർത്താൻ കഴിയുന്നു എന്നിടത്താണ് അദ്ദേഹത്തിൻ്റെ ഒരു വിജയം എന്ന് പറയുന്നത്. ആ വിജയങ്ങളുടെ ഒരു ഫോർമുല ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമോ എന്നത് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്നെല്ലാം തന്നെ പറയുമ്പോൾ കൂടുതലും രാഷ്ട്രീയത്തിനപ്പുറം കടന്ന് ചിന്തിച്ച് ഈ വ്യക്തിബന്ധങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യത്തിലേക്കെല്ലാം തന്നെ വരുന്ന ഒരിടങ്ങൾ തന്നെയാണ്. അവിടെ നിസാര മാർജിനാണ് പലപ്പോഴും ഈ രാഷ്ട്രീയ പാർട്ടികൾ ആരെങ്കിലുമായി തന്നെ രണ്ടാം സ്ഥാനത്തേക്ക് വരുന്നത്. കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പിൽ 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അവിടെ 12 ഇടങ്ങളിൽ BJP രണ്ടാം സ്ഥാനത്തേക്ക് പോയതായിട്ട് കണക്കുകൾ സൂചിപ്പിക്കുന്നു. അത് ഒരു ഫാക്ടറും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല എന്നതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. 6 ഇടങ്ങളിൽ ജയിക്കാൻ കഴിഞ്ഞെങ്കിൽ 12 ഇടങ്ങളിൽ നിസാര വോട്ടുകൾക്കാണ് തങ്ങൾ പിന്തള്ളപ്പെട്ടു പോയതെന്ന് പറയുന്നു. അപ്പോൾ അതെല്ലാം ചേർത്ത് പിടിക്കാൻ കഴിയും. അപ്പോൾ ഈ സുരേഷ് ഗോപി എന്നത് മണ്ഡലത്തിൽ ഇപ്പോഴും സജീവമായിട്ട് തന്നെ നിറഞ്ഞു നിൽക്കുന്നു എന്നത് അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പലപ്പോഴും അദ്ദേഹം ഇപ്പോൾ നടത്തുന്ന ഈ കലുങ്ക് ചർച്ചകളായാലും പിന്നീട് അതിൻ്റെ പുതിയ ഫോർമാറ്റിലേക്ക് ടീ വിത്ത് കോഫി അതെല്ലാം ആയാലും അദ്ദേഹം ജനങ്ങളുമായിട്ട് ഇടപെടാനായിട്ട് കൂടുതൽ സമയം കണ്ടെത്തുന്നുണ്ട്. അത് കൂടുതൽ ജനങ്ങളെ ഇതിലേക്ക് അടുപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ സമയത്തെല്ലാം അദ്ദേഹം കൂടുതലിടങ്ങൾ ഇതിനു വേണ്ടി തിരഞ്ഞെടുക്കുന്നെല്ലാമുണ്ട്. അപ്പോൾ ഇതെല്ലാം വോട്ടാക്കി മാറ്റാൻ കഴിയുമെന്ന് തന്നെയാണ് പൊതുവിൽ BJP കരുതുന്നത്. യെസ്, തൃശ്ശൂർ കോർപ്പറേഷൻ രാഷ്ട്രീയം അതാണ്. എന്തായാലും അവിടെ കോർപ്പറേഷൻ പിടിക്കാൻ BJP ശ്രമിക്കുമ്പോൾ അത് ആ കണക്കിൽ പരിശോധിക്കുമ്പോൾ അത്ര എളുപ്പമല്ല. കാരണം അവിടെ UDFൻ്റെയും LDFൻ്റെയും സ്ട്രോങ് ഹോൾഡ്സ് ഉള്ള ഇടങ്ങളാണ്, തദ്ദേശ സ്ഥാപനങ്ങളാണ് അവിടെ. അതുകൊണ്ട് കോർപ്പറേഷനിൽ BJPയുടെ തന്ത്രം അത്ര കണ്ടേക്കുമോ? ഈ അവകാശവാദങ്ങൾ കഴമുണ്ടോ എന്നതാണ് ചോദ്യം. തിരുവനന്തപുരത്തും ലോക്സഭാ കണക്കെടുക്കുമ്പോൾ BJPക്ക് വലിയ നേട്ട സാധ്യതയുണ്ട്. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് അങ്ങനെ അങ്ങ് പ്രതിഫലിക്കാറില്ല. അതുകൊണ്ട് ഈ പ്രതീക്ഷകൾക്കൊപ്പം ഉയരുമോ എന്നത് പ്രസക്തമായ കാര്യമാണ്. കഴിഞ്ഞ തവണ ഇഞ്ചോടിഞ്ച് ഒരേ സീറ്റിൽ ഇടതുമുന്നണിയും UDFും വന്നപ്പോഴാണ് MK വർഗീസ് എന്ന വിമതൻ CPM കോൺഗ്രസ് വിമതനെ മേയറാക്കിക്കൊണ്ടുള്ള രാഷ്ട്രീയ തന്ത്രം അവിടെ പയറ്റിയത്. 2.5 വർഷം എന്ന ധാരണയ്ക്കപ്പുറം 5 വർഷവും MK വർഗീസ് അവിടെ ഭരിച്ചു മുന്നോട്ട് പോയി എന്നതാണ് സാഹചര്യം. ഈ MK വർഗീസ് ഇപ്പോൾ BJPയോട് കൂറ് നിർത്തുമ്പോൾ MK വർഗീസ് ഒരുപക്ഷെ BJPയുടെ മേയർ സ്ഥാനാർത്ഥിയാവാനുള്ള സാധ്യതയും തള്ളിക്കളഞ്ഞുകൂടാ. അതല്ലെങ്കിൽ തൃശ്ശൂരിന് പുറത്ത് ഏതെങ്കിലും നിയമസഭാ മണ്ഡലത്തിൽ MK വർഗീസ് BJP സ്ഥാനാർത്ഥിയെ മത്സരിക്കാനുള്ള സാധ്യതയും തള്ളിക്കളഞ്ഞുകൂടാ. ഡാനി ഈ MK വർഗീസിനെ കാണുമ്പോൾ BJPയോടുള്ള സ്നേഹം അദ്ദേഹം മറച്ചു വെക്കുന്നില്ല. ഇദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം എന്ത്? കാരണം തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിക്കൽ പോലും BJP സ്നേഹം മറച്ചു വെക്കാതെ നിലപാടെടുക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ നിലപാട് അവിടുത്തെ തവണ ആർക്കൊപ്പം എന്ന ചോദ്യം പ്രസക്തമാണ്. BJP സ്ഥാനാർത്ഥിയായി MK വർഗീസ് വരുമോ? സജിത്ത്, അതിൽ അദ്ദേഹത്തിനോട് തന്നെ നേരിട്ട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ആദ്യം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ താനൊരു അവധി എടുക്കുകയാണ്. 3 മാസക്കാലമെങ്കിലും ആ അവധിക്ക് താനൊന്ന് മാറി നിൽക്കുക. ഈ 3 മാസക്കാലം എന്ന് പറയുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള കൃത്യമായൊരു ദൂരം തന്നെയാണ്. അദ്ദേഹം BJPയുമായി വളരെ അടുത്ത ബന്ധങ്ങൾ സൂക്ഷിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം ഇതിൻ്റെ ഒരു സ്ഥാനാർത്ഥിയായി വരാനുള്ളൊരു സാധ്യത എല്ലാവരും തന്നെ കാണുന്നു. അല്ല എങ്കിൽ അദ്ദേഹം ഇപ്പോൾ
ഇടതു മുന്നണിയെ തന്നെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് 5 വർഷം പൂർത്തീകരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചെടുത്തു എന്നത് ചെറിയ കാര്യമല്ല. ആ ഒരു കരാറുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും നടന്നില്ല. അദ്ദേഹത്തിൻ്റെ തന്നെ നിലപാട് തന്നെ നടന്നു. ഒരുപക്ഷെ കോൺഗ്രസ് പാളയത്തിലേക്ക് മടങ്ങിച്ചെന്നൊരു ടിക്കറ്റ് വാങ്ങാൻ ഈ ഒരു സാഹചര്യം അദ്ദേഹം ഉപയോഗപ്പെടുത്തിക്കൂടാ, അങ്ങനെയും കണക്ക് കൂട്ടാം. എങ്കിലും അദ്ദേഹം നിയമസഭാ രംഗത്ത്, തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമാകാൻ തന്നെയാണ് സാധ്യത. കൂടുതൽ പേരും അത് കാണുന്നത് അതിൽ BJP സ്ഥാനാർത്ഥിയായി എത്താനുള്ളൊരു സാഹചര്യം തന്നെയാണ് കാണുന്നത്. അതങ്ങനെ ആയെങ്കിൽ കൂടിയും അതിൽ ഒട്ടും അതിശയപ്പെടാനുള്ള നിലവിലത്തെ സാഹചര്യങ്ങൾ അത് തന്നെയാണ്. സജിത്ത്, MK വർഗീസിന്റെ രാഷ്ട്രീയ നീക്കം തൃശ്ശൂർ പ്രസക്തമാവുകയാണ്. അങ്ങനെ തൃശ്ശൂരിന്റെ പോര് കടുക്കുമ്പോൾ ഇത്തവണ തൃശ്ശൂർ പിടിക്കാനുള്ള BJP ശ്രമങ്ങൾ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ അത്ര എളുപ്പമല്ല എന്നതാണ് സാഹചര്യം. കാരണം LDFും UDFും ഇത്തവണ അവിടെ കുറച്ച് തന്നെയാണ്. UDF മുമ്പും പലതവണ കോർപ്പറേഷൻ ഭരിച്ചിട്ടുള്ളതാണ്. പക്ഷേ കഴിഞ്ഞ തവണത്തെ അസാധാരണ രാഷ്ട്രീയ സാഹചര്യമാണ് ഒരു വിമതനെ പരീക്ഷിക്കാൻ ഇടതു മുന്നണിക്ക് കളമൊരുക്കിയതും ഒടുവിൽ അത് BJPയുടെ സാധ്യതകളായി മാറുകയും ചെയ്തത്. എന്തായാലും സുരേഷ് ഗോപിയുടെ വിജയം തൃശ്ശൂർ കോർപ്പറേഷൻ ആവർത്തിക്കാൻ BJPക്ക് കഴിയുമോ എന്ന ചോദ്യം പ്രസക്തമാണ്. അതിനെയാണ് പ്രസക്തമാവുന്നത്. പൂർണ്ണമായും നഗരമേഖലകൾ ഉൾപ്പെടുന്ന കോർപ്പറേഷൻ തൃശ്ശൂർ എന്നത് കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂർ തലസ്ഥാനത്ത് ഇത്തവണ ആര് വിജയിക്കും? ജോർജ് പുടിപ്പാറ മാധ്യമപ്രവർത്തകൻ നമുക്കൊപ്പമുണ്ട്. ശ്രീ ജോർജ് പുടിപ്പാറ, തൃശ്ശൂർ കോർപ്പറേഷനിൽ ആര് വിജയിക്കുമെന്ന ചോദ്യം നമ്മൾ പ്രത്യേകമായി മുന്നോട്ട് വെക്കുന്നതിൻ്റെ ഒരു കാരണം തൃശ്ശൂർ കഴിഞ്ഞ തവണ BJPക്കുണ്ടായ അസാധാരണ ഒരു വിജയ സാഹചര്യമാണ്. വലിയ ഭൂരിപക്ഷത്തിലുള്ള സുരേഷ് ഗോപിയുടെ വിജയം, ആ രാഷ്ട്രീയ അന്നത്തെ സാഹചര്യം തൃശ്ശൂരിൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് നിലനിർത്താൻ BJPക്ക് കഴിയുമോ എന്നാണ്. കഴിയുമെന്ന് അവകാശവാദം അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പക്ഷേ അതിനുള്ള സാധ്യത അവിടെ കാണാൻ കഴിയുമോ? ഒരു സുരേഷ് ഗോപി എഫക്റ്റ്, ഒരു വ്യക്തിപരമായ എഫക്റ്റിനപ്പുറം BJPയുടെ രാഷ്ട്രീയ വോട്ടായി കോർപ്പറേഷനിൽ പ്രതിഫലിക്കുമോ? താങ്കളുടെ ആ ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. താങ്കൾ പറഞ്ഞിട്ടുള്ള ആ ഒരു ന്യായവും, അതായത് സുരേഷ് ഗോപിക്ക് കിട്ടിയ വോട്ടുകൾ ഒരു രാഷ്ട്രീയ വോട്ടായിരുന്നില്ല. സത്യത്തിൽ അത് പൂർണ്ണമായിട്ടും രാഷ്ട്രീയ വോട്ടായിട്ട് കാണാൻ പറ്റില്ല. സുരേഷ് ഗോപി എന്ന് പറയുന്ന ജനപ്രിയനായിട്ടുള്ള ആ ചലച്ചിത്ര നടൻ കഴിഞ്ഞ 5 വർഷമായിട്ട്, കഴിഞ്ഞ തവണ പരാജയപ്പെട്ടതിന് ശേഷം 5 വർഷമായിട്ട് തൃശ്ശൂർ ക്യാമ്പ് ചെയ്തുകൊണ്ട് അദ്ദേഹം നടത്തിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, എല്ലാ വിഭാഗം ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ, മാത്രമല്ല ഒരു പൊതു സ്വീകാര്യത, അദ്ദേഹത്തിന്റെ മാനുഷിക ആഭിമുഖ്യങ്ങൾക്ക് ജനം ഒരു വില കൊടുത്തിരുന്നു. അതാണ് സത്യത്തിൽ. അതിനകത്ത് ഇപ്പൊ ക്രിസ്ത്യാനിയെന്നോ അല്ലെങ്കിൽ ഹിന്ദു എന്നുള്ള ഒരു വ്യത്യാസമില്ല. അദ്ദേഹത്തിന്റെ ആ ഒരു മനുഷ്യ സ്പർശമുള്ള, കുറെ കൂടി ആർദ്രതയുള്ള ആ ഒരു സമീപനത്തെ ആളുകൾ വിലമതിച്ചിരുന്നു. അതുകൊണ്ട് ആ സുരേഷ് ഗോപിക്ക് കിട്ടിയ മുഴുവൻ വോട്ടുകളും പാർട്ടി വോട്ടുകളാണ്, രാഷ്ട്രീയ വോട്ടുകളാണ് എന്ന് വിലയിരുത്തിയാൽ നമുക്ക് വല്ലാതെ തെറ്റിപ്പോകും. മാത്രമല്ല, അന്ന് സുരേഷ് ഗോപിക്ക് ഉണ്ടായിരുന്ന ഒരു ആക്സെപ്റ്റബിലിറ്റി, അന്ന് കിട്ടിയൊരു സ്വീകാര്യത, ആ ഒരു ജനഹൃദയങ്ങളിൽ ഉണ്ടായിരുന്ന ആ ഒരു അഫിനിറ്റി ഇപ്പൊ സുരേഷ് ഗോപിക്ക് ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ഒരു മന്ത്രി എന്നുള്ള നിലയിലും MP എന്നുള്ള നിലയിലും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങള്, പ്രതികരണങ്ങള്, അദ്ദേഹം ആളുകളോട് നടത്തുന്ന ഒരു സമീപനം, ഇതൊന്നും പൊതുജനത്തിന് അങ്ങനെ അങ്ങ് പഴയ പോലെ ആക്സെപ്റ്റബിൾ അല്ല. അദ്ദേഹത്തിന്റെ കലുങ്ക് യോഗങ്ങളൊക്കെ പലപ്പോഴും വലിയ വിവാദങ്ങളിലേക്കാണ് പോകുന്നത്. പലപ്പോഴും ഒരു മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം ഉദ്ദേശിച്ച രീതിയിൽ പ്രതീക്ഷിച്ചത്ര ഉയർന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ആ ഉയർന്ന നിലവാരം പുലർത്തുന്നുണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ ആളുകൾക്ക് സംശയമുണ്ട്. എങ്കിൽ പോലും അദ്ദേഹത്തെ മുൻനിർത്തിയുള്ള പോരാട്ടം അതിൻ്റെതായ ഒരു പ്രസക്തിയുണ്ട്. പ്രത്യേകിച്ച് തൃശ്ശൂർ മണ്ഡലത്തിൽ സുരേഷ് ഗോപിക്ക് കുറച്ചുകൂടി ആക്സെപ്റ്റബിലിറ്റി ഉണ്ട് മറ്റു പല മണ്ഡലങ്ങളെ അപേക്ഷിച്ച്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ മണ്ഡലങ്ങളിലും സുരേഷ് ഗോപിക്ക് ഒരുപോലെ ആക്സെപ്റ്റബിലിറ്റി കിട്ടി. BJPക്ക് വലിയ തോതിൽ വോട്ടുകൾ കിട്ടി. UDFന്റെയും LDFന്റെയും വോട്ടുകൾ വൻതോതിൽ മറിഞ്ഞു. പ്രത്യേകിച്ച് ചില സമുദായ വിഭാഗങ്ങൾ, ഞാൻ സൂചിപ്പിക്കുന്നത് ഈഴവ വിഭാഗത്തിൽ നിന്ന് വൻതോതിൽ വോട്ടുകൾ BJPയിലേക്ക് പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഈ പറഞ്ഞ ഗുരുവായൂർ ഒഴിച്ച് ബാക്കി എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും സുരേഷ് ഗോപിക്ക് ലീഡ് കിട്ടുന്നു. ഒരൊറ്റ നിയമസഭാ മണ്ഡലത്തിൽ പോലും LDFന് ലീഡ് കിട്ടിയതുമില്ല. നമ്മൾ കണ്ട കാഴ്ചയാണ്. അപ്പൊ അതുകൊണ്ട് BJPക്ക് പ്രതീക്ഷിക്കുന്നതിന് തെറ്റൊന്നുമില്ല. പക്ഷെ അന്നത്തെ സുരേഷ് ഗോപി അല്ല ഇപ്പോഴത്തെ സുരേഷ് ഗോപി. അന്നത്തെ BJP അന്ന് കിട്ടിയ ഒരു സ്വീകാര്യത അല്ല ഇപ്പൊ കിട്ടുന്നത്, ജനത്തിന്റെ ഹൃദയത്തിലുള്ളത് എന്ന് നമുക്ക് തൊട്ടറിയാൻ പറ്റും. മാത്രമല്ല, കഴിഞ്ഞ ഈ പറഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ BJPക്ക് അത്രമേൽ സീറ്റുകളൊന്നും കിട്ടിയിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഏതാണ്ട് ഒപ്പത്തിനൊപ്പം സീറ്റുകൾ പിടിച്ച് ഒരു സീറ്റിന്റെയൊക്കെ വ്യത്യാസത്തിൽ ഭരിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ LDFന്റെ ഉള്ളത്. UDFന്
UDF-ഉം വളരെ ശക്തമായിട്ട് തന്നെ ഇത്തവണ ഈ കോർപ്പറേഷൻ പിടിക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് അവർ നിൽക്കുന്നത്. മാത്രമല്ല രാഷ്ട്രീയമായിട്ട് പല ഘടകങ്ങളും അവർക്ക് അനുകൂലമായിട്ടുണ്ട്. ഇപ്പോഴത്തെ ശബരിമല സ്വർണ്ണക്കൊള്ള അടക്കമുള്ള പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ CPI CPM തർക്കങ്ങള്, തൃശ്ശൂരിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കരുവന്നൂരിലെ ബാങ്കിലെ അഴിമതി, ഇങ്ങനെ നിരവധി വിഷയങ്ങളിൽ CPM-ന് എതിരായിട്ടുള്ള അല്ലെങ്കിൽ ഇടതുമുന്നണിക്ക് എതിരായ ഒരു വികാരം അവിടെ ഉണ്ട്. അപ്പോൾ അത് മൊത്തത്തിൽ ഈ പറഞ്ഞ ലാഘവത്തിൽ CPM-ന് അല്ലെങ്കിൽ ഇടതുമുന്നണിക്ക് തൃശ്ശൂർ കോർപ്പറേഷൻ നിലനിർത്താൻ കഴിയും എന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. എന്നാൽ അത്ര എളുപ്പത്തിൽ UDF-ന് കോർപ്പറേഷൻ പിടിക്കാൻ കഴിയുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. BJP-യെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിചാരിക്കുന്നത് ഇക്കുറിയും അവര് ഇപ്പോഴത്തെ പോലെ തന്നെ 3-ാം സ്ഥാനത്തേക്ക് പോകാനുള്ള ഒരു സാധ്യത തന്നെയാണ് രാഷ്ട്രീയമായിട്ട് കാണുന്നത്. മറിച്ച് സംഭവിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിനോടൊപ്പമോ അതിലധികമോ ഒരു ജനപിന്തുണ, അതിനുള്ള സാധ്യത ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ കാണുന്നില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതൊരു പ്രത്യേക സാഹചര്യമായിരുന്നു. അത് തികഞ്ഞ രാഷ്ട്രീയതയല്ല. മോദി അധികാരത്തിൽ തുടരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗമുണ്ട്. മാത്രമല്ല സുരേഷ് ഗോപിയെ പോലുള്ള ഒരു മനുഷ്യന് ഒരു അവസരം കൊടുക്കാം. ഇത്രയും കാലം LDF UDF അല്ലേ ഭരിച്ചത്, അവരല്ലേ തെരഞ്ഞെടുക്കപ്പെട്ടു പോയത്. ഒരവസരം ഇദ്ദേഹത്തിന് കൊടുക്കാം എന്ന നിലയിലുള്ള ഒരു അഫിനിറ്റി അദ്ദേഹത്തോടൊപ്പം ഉണ്ടായി. ഒരു വിഭാഗം ജനങ്ങൾ അത് ഏറ്റെടുത്തു. അതൊന്നും ഇപ്പോൾ ഇവിടെ പ്രിയോർ രാഷ്ട്രീയ പോരാട്ടമാണ് നടക്കുക. അതുകൊണ്ട് തന്നെ കോർപ്പറേഷൻ പിടിക്കുക എന്നുള്ളത് പദ്ധതിയൊക്കെ ഇടാം, പക്ഷെ അത് എത്രത്തോളം സാധ്യമാകും എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. എനിക്ക് തോന്നുന്നു നിലവിലുള്ള ഒരു സ്റ്റാറ്റസ് കോ പ്രകാരം എഡ്ജ് ഇപ്പോഴും ഒന്നുകിൽ UDF-ന് അല്ലെങ്കിൽ തന്നെയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ശരി, അതാണ് തൃശൂർ കോർപ്പറേഷൻ രാഷ്ട്രീയം. സുരേഷ് ഗോപി നേടിയ വ്യക്തിപര വോട്ടുകൾക്കപ്പുറത്തേക്ക് BJP-ക്ക് ഒരു മുന്നേറ്റ സാധ്യത തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇല്ല എന്ന വിലയിരുത്തലുകൾ പൊതുവിൽ ഉയരുന്നു.